ഞാൻ നീലേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിലെ ഹെൽത്ത് സൂപ്പർവൈസർ അജിത് സി ഫിലിപ്പ്. നമ്മൾ ഇവിടെ നിന്ന് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ നടക്കുന്ന പെരുങ്കള്ളിയാട്ടം മഹോത്സവം വളരെ ഭംഗിയായിട്ട് നടക്കണം, അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളോടെ ഭംഗിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതിനോടൊപ്പം നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. നമുക്ക് കുറേയധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങുകൾ ഈ ഉത്സവത്തോടനുബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വളരെ അതീവ ശ്രദ്ധ നമ്മൾ പതിപ്പിക്കുന്നുണ്ട്. കമ്മിറ്റിയുമായി ചേർന്നുകൊണ്ട് ആരോഗ്യവകുപ്പ് വിവിധ കാര്യങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജില്ലാതലത്തിലുള്ള ടീം തന്നെ ഇതിലടക്കം സ്ഥലം സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തുടർന്ന് വരെ നമ്മൾ ബ്ലോക്ക് തലത്തിൽ അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലുള്ള ടീമുകൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ വർഷം ഫുഡ് പോയ്സണിങ് പല സ്ഥലങ്ങളിലും കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ ആസ്ട്രോ വൈറസ് പോലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പച്ചക്കറികൾ കഴുകുക, അരി കഴുകുക, അതുപോലെ കൈകളിലൂടെ പകരുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു ക്ലാസ് കൃത്യമായിട്ട് നമ്മൾ ഈ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഭക്ഷണ കമ്മിറ്റി ആയിട്ട് ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരക്കുകൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം തിളപ്പിച്ചാറി തന്നെ കൊടുക്കുവാൻ, അതിനകത്ത് വെള്ളം ചേർക്കാതെ കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കൈകൾ കഴുകുവാനുള്ള സംവിധാനങ്ങൾ കമ്മിറ്റി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഹാരം കഴിക്കുന്നതിന് മുമ്പും അതിന് ശേഷവും കൈ കഴുകുന്ന ശീലം നമുക്കുണ്ട്. പക്ഷേ വലിയ ആളുകൾ ഇങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും അത് മറന്നു പോകുന്നൊരു പ്രശ്നമുണ്ട്. പല കരിങ്കളിയാട്ടങ്ങൾക്കും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് അനൗൺസ്മെൻ്റ് വഴിയും അല്ലാതെയും നമ്മൾ ആളുകളെ ധരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പരിസരത്തുള്ള എല്ലാ ഫുഡ് സ്റ്റാളുകളും നമ്മുടെ ആരോഗ്യവകുപ്പ് സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ആവശ്യമായ കാർഡുകൾ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അംഗീകൃതമായിട്ടുള്ള കാർഡുകൾ സൂക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. തുടർന്ന് വരുമ്പോൾ അംഗീകൃതമായ സാധനങ്ങൾ മാത്രമേ കമ്മിറ്റി വിൽക്കൂ എന്നുള്ളത് കമ്മിറ്റിയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതനുസരിച്ച് വിവിധ കാര്യങ്ങൾ, അതുപോലെ തന്നെ മെഡിക്കൽ സേവനങ്ങൾ നമ്മൾ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഷിഫ്റ്റുകളായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇവിടുത്തെ സാനിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. മെഡിക്കൽ MLSP JPHമാർ തുടങ്ങിയ ആളുകൾ അതിൻ്റെ ഷിഫ്റ്റിൽ മറ്റ് മെഡിക്കൽ സേവനങ്ങൾ നൽകാനായിട്ടും നമ്മൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ ഇതിനോടൊപ്പം നടത്തുന്നുണ്ട്. ഈ ഉത്സവം നല്ല ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് കമ്മിറ്റിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണ്.